കനത്ത മഴയുള്ളൊരു രാത്രി ഒരൊറ്റപ്പെട്ട മോട്ടലിൽ കുടുങ്ങിപ്പോകുന്ന ഒരു കൂട്ടം അപരിചിതർ. ഇവരിൽ ഓരോരുത്തരായി ആ രാത്രിയിൽ കൊല്ലപ്പെടുകയാണ്. കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് കൊലയാളി. ആരാണ് ആ കൊലയാളി? എന്തിനാണ് അയാൾ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത്? 2003 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഐഡൻറ്റിറ്റി. അഗത ക്രിസ്റ്റിയുടെ മർഡർ മിസ്റ്റർ നോവലുകളിൽ കാണുന്ന ഒരു തരം ഹൂ ഡൺ ഇറ്റ് സെറ്റപ്പും ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ സിനിമകളിൽ കാണുന്ന ഒരു തരം സസ്പെൻസും ചേർന്നുള്ളൊരു സിനിമയാണിത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഒരു കൂട്ടം അപരിചിതർ അവരിൽ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. കേൾക്കുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു തരം സെറ്റപ്പാണിത്. പക്ഷേ കൂടുതൽ ഫെമിലിയറായ ഈ ഒരു പ്രിമൈസിനെ നമ്മൾ വിചാരിക്കാത്തൊരു തരത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. വളരെ കൃത്യമായി പ്രേക്ഷകനെ ഡൈവേർട്ട് ചെയ്യുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരാളെ കില്ലറായി സംശയിക്കും. അടുത്ത ഘട്ടമെത്തുമ്പോൾ ആ സംശയം മറ്റൊരാളിലേക്ക് മാറും. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഈ സിനിമ പ്രേക്ഷകൻ്റെ അസംഷനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ആ ഒരു ഹൂ ഡൺ ഇറ്റ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ എൻഗേജിങ് ആയി പോകുന്നുണ്ട്. ഈ സിനിമയുടെ അറ്റ്മോസ്ഫിയർ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടൽ, പുറത്ത് ശക്തമായ മഴ, ഇടിവെട്ട്, ഇരുട്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് ടെൻസ്ഡായ ഒരു അറ്റ്മോസ്ഫിയർ സിനിമയ്ക്ക് നൽകുന്നുണ്ട്. ആ മോട്ടലിൽ നിന്ന് അന്ന് രാത്രി ആളുകൾക്ക് എന്തുകൊണ്ടാണ് പുറത്തു പോകാൻ പറ്റാത്തത് എന്നുള്ള കാരണമൊക്കെ വളരെ നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം തന്നെ ആ സിനിമയിൽ ഒരു തരം ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ ഒരു റെയിൻ സോക്ക്ഡ് വിഷ്വൽസ്, അത് സിനിമക്കൊരു തരം നോയർ എസ്തെറ്റിക്സ് നൽകുന്നുണ്ട്. ഐഡൻറ്റിറ്റി എന്ന സിനിമ ഒരു സമയത്തും പ്രേക്ഷകനെ റിലാക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. തുടർച്ചയായ മരണങ്ങൾ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ സിനിമയിലുടനീളം ആ ഒരു ടെൻഷനും സസ്പെൻസും നിലനിർത്തുന്നുണ്ട്. അടുത്തതായി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഈ സിനിമ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. ഐഡൻറ്റിറ്റി ഒരു ജാനറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിനിമയല്ല. മർഡർ മിസ്റ്ററി, ഹൊറർ, ക്രൈം, സൈക്കോളജിക്കൽ ത്രില്ലർ എലമെൻറ്റ്സ് എന്നിവയെല്ലാം സിനിമയിൽ കാണാം. ഈ സിനിമയിലെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തുടക്കത്തിലുള്ള ചില ഫ്ലാഷ് ബാക്കുകളും ആദ്യം കാണുമ്പം വളരെ ഇൻസിഗ്നിഫിക്കൻ്റായി തോന്നുന്ന ചില സീനുകളും പിന്നീട് വളരെ കറക്റ്റായി കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇത്രയും ക്യാരക്ടേഴ്സും അതോടൊപ്പം മൾട്ടിപ്പിൾ സ്റ്റോറി ലൈൻസും വരുന്നുണ്ടെങ്കിലും സിനിമ ഒരിടത്തും സ്ലോ ആകുന്നില്ല. ഒരു സംഭവം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അടുത്ത ഇൻസിഡൻറ്റ് നടക്കുന്നു എന്ന രീതിയിൽ ഈ സിനിമ വളരെ വെൽ പാക്ഡ് ആണ്. ജെയിംസ് മങ്കോൾഡിൻ്റെ ഡയറക്ഷനും എടുത്തു പറയേണ്ടതാണ്. ഏറെക്കുറെ മുഴുവൻ സിനിമയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോട്ടലിൻ്റെ ചുറ്റുപാടിൽ തന്നെയാണ് നടക്കുന്നത്. അത്ര ലിമിറ്റഡായ ആ ഒരു സ്പേസിൽ നിന്ന് തന്നെ ഡയറക്ടർ ആ ഒരു സസ്പെൻസും ടെൻഷനും കോൺസ്റ്റൻ്റായി നിലനിർത്തുന്നുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു പാരനോയയും അവരുടെ ഫിയറും പ്രേക്ഷകനിലേക്ക് കൊണ്ടുവരുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റ് 2 ഡിപ്പാർട്ട്മെൻറ്റാണ് സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും. കനത്ത മഴയും ഇരുട്ടുമുള്ള സെറ്റിംഗ് ആണെങ്കിലും പ്രേക്ഷകന് ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാം മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിലെ സിനിമാറ്റോഗ്രഫി. എഡിറ്റിംഗ് ഇതിൽ ഏറ്റവും ക്രൂഷ്യലായി വന്നിരിക്കുന്നത് ആ ഒരു 3rd ആക്റ്റിലാണ്. സ്റ്റോറി സൈക്കോളജിക്കലി കെയോട്ടിക്കായിട്ട് മാറുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായി സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതിൽ എഡിറ്റിംഗ് വിജയിച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി എന്ന സിനിമയെ മറ്റ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത് അതിലെ സൈക്കോളജിക്കൽ ഡെപ്ത് തന്നെയാണ്. ആരാണ് ഈ കൊലയാളി എന്നതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് വൈ. എന്തിനാണ് അയാൾ ഈ കൊലകളെല്ലാം ചെയ്യുന്നത്? ആ ചോദ്യത്തെ സൈക്കോളജിക്കലായി തന്നെ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിറ്റി, പെർസെപ്ഷൻ, സൈക്കോളജിക്കൽ റിയാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം സിനിമയുടെ ഭാഗമാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാവുന്നതാണ്. ഈ സിനിമയുടെ മുഴുവൻ ലെങ്ത് ആകെ 90 മിനിറ്റ് മാത്രമാണ്. മൊത്തത്തിൽ നോക്കിയാൽ തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി. ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് കോണ്ടൻറ്റ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.